Hi, good morning. നമുക്ക് ഇന്ന് ബീട്രൂട്ടും സവോളയും ചേർത്ത് വളരെ സിമ്പിൾ ആയിട്ടൊരു സാലഡ് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നെയ്ച്ചോറിന്റെയും ബിരിയാണിയുടെയും ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാം. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം കേട്ടോ. ചപ്പാത്തിക്ക് നമുക്കിപ്പോ എന്താ പറയാ സൈഡ് ഡിഷ് ആയിട്ട് നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് ചെറിയ സാലഡൊക്കെ ഉണ്ടാക്കാറില്ലേ. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഒരു ഹാഫ് ബീട്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും, നല്ല കളർഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ബീട്രൂട്ട് സവാള സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബീട്രൂട്ടിന്റെ പകുതി ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് 2 പച്ചമുളകും ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ട് തൊലിയൊക്കെ മാറ്റിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുക. പച്ചമുളക് ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് വിനീഗറും ഉപ്പും മാത്രമാണ്. വിനീഗർ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. അപ്പോൾ ബീട്രൂട്ട് കട്ട് ചെയ്ത് ചേർക്കരുത്, ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഹാഫ് പോർഷൻ ആണ് എടുക്കുന്നത് കേട്ടോ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. പിന്നെ സവോള ഒന്ന് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. അത് കുറച്ച് കാര്യങ്ങൾ അതിന് ശേഷം ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ബീട്രൂട്ട് പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്ററിന് വലിയ ഹോളിൽ കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകും മല്ലിയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഉണ്ടല്ലോ, ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം. ബീട്രൂട്ടിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടാനാണ് നമ്മൾ ബീട്രൂട്ട് ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ സവോള ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് സവോളയും ഒന്ന് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട്. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ സവോളയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക, 1/4 കപ്പ് വെള്ളം ഒഴിക്കുക, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക, പിഴിഞ്ഞെടുക്കുക. അത്രയേ ഉള്ളൂ. വേറെ ഒരുപാട് പ്രാവശ്യം കഴുകണ്ട, ഒരു പ്രാവശ്യം കഴുകിയാൽ മതി. ബീട്രൂട്ട് ഉപ്പൊന്നും ചേർക്കാതെ വെറുതെ വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ കഴുകി പിഴിഞ്ഞെടുത്തിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കുന്നുണ്ട്. ബീട്രൂട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു പ്രാവശ്യം ഞാൻ കഴുകി പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ കഴുകി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചേർക്കുന്നുണ്ട്. സവോളയുടെ ആ ഒരു കുത്തൽ മാറിക്കിട്ടും നമ്മളിതുപോലെ കഴുകി പിഴിഞ്ഞെടുക്കുമ്പോൾ. സവോള നന്നായിട്ട് വിടർന്ന് കിട്ടുകയും ചെയ്യും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളാണ് കേട്ടോ ഇതൊക്കെ. ഇതിലേക്ക് ഇനി നമുക്ക് പച്ചമുളകും മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്കിതിൽ വിനീഗർ ചേർക്കണ്ട, അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ തൈര് ചേർക്കാം കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അധികം പുളിയില്ലാത്ത തൈര് ചേർത്തിട്ട് നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കാണാൻ ഭംഗി വരുന്നത് ഇതുപോലെ സവോളയിലേക്ക് ആ ബീട്രൂട്ടിന്റെ കളറൊക്കെ പിടിച്ചു വരുമ്പോഴാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർക്കാം ഒരു പുളിക്ക് വേണ്ടി. ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ലെമൺ ജ്യൂസ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 2 പിഞ്ച് പഞ്ചസാര. ഇനി ഇതെല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ബീട്രൂട്ട് സാലഡിന്റെ പരിപാടി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അതുപോലെ നെയ്ച്ചോറിനും ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ കഴിക്കാം. നെയ്ച്ചോറിനും ബിരിയാണിക്കാണ് മെയിനായിട്ട് കഴിക്കുന്നത്. ചപ്പാത്തിയുടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.